ബൈബിളിൽ മത്തായി 5-ാം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ക്രിസ്തുവിനോടും അവന്റെ വചനത്തോടുമുള്ള ബന്ധം മുഖാന്തരം സ്നേഹവും സംരക്ഷണവും രക്ഷയും അനുദിന സാന്നിധ്യവും ഉൾപ്പെടുന്ന ദൈവരാജ്യം ലഭിച്ച് അനുഗ്രഹിക്കപ്പെടുന്നവരെയാണ് ഭാഗ്യവാന്മാർ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില വ്യവസ്ഥകൾ ഉണ്ട്. തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വഴികളാലും മൂല്യങ്ങളാലും നാം വഴി നടത്തപ്പെടണം. ലോകത്തിന്റെ വഴികളും മൂല്യങ്ങളും നമ്മെ സ്വാധീനിക്കരുത്. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ ആത്മാവിൽ ദരിദ്രർ ആയിരിക്കുക എന്നതാണ്. അതായത് നാം ആത്മീയമായി സ്വയം പ്രാപ്തി ഉള്ളവർ അല്ല, ദൈവരാജ്യം അവകാശം ആക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ജീവനും നിലനിർത്തുന്ന കൃപയും നമുക്ക് ആവശ്യമാണ് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കണം. നമ്മൾ എല്ലാവരും ഭക്ഷണത്തിനു വേണ്ടിയാണ് പണി എടുക്കുന്നത്. ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യശരീരം ക്രമേണ ദുർബലമാവുകയും ഒടുവിൽ ജീവൻ നിലനിർത്താൻ കഴിയാതെ വരികയും ചെയ്യും. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും പോഷകങ്ങളും ലഭിക്കാതെ വരുമ്പോൾ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചു മരണം സംഭവിക്കാം. അതുകൊണ്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതിനുള്ള വഴി തേടും. അതുപോലെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കാര്യസ്ഥനായ പാറക്ലീത്ത് അഥവാ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനുള്ള അന്വേഷണം തേടണം. പരിശുദ്ധാത്മാവിനെ തേടുന്നതിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട്. ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് ഹൃദയപൂർവ്വം യാചിക്കുക. യേശു പറഞ്ഞിട്ടുണ്ട്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നുകിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്നുകിട്ടുന്നു. നിങ്ങളിൽ ഏത് അപ്പനാണ് തന്റെ മകൻ അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുക? മീൻ ചോദിക്കുമ്പോൾ പാമ്പിനെ കൊടുക്കുക? നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവവചനം, അതായത് ബൈബിൾ, പരിശുദ്ധാത്മാവിനാൽ നിശ്വസിക്കപ്പെട്ടതാണ്. വചനം പഠിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാനും പരിശുദ്ധാത്മാവിന്റെ വഴികാട്ടൽ സ്വീകരിക്കാനും കഴിയും. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും സത്യം വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പ്രധാനമാണ്. യേശു പറഞ്ഞു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ, അതായത് സത്യത്തിന്റെ ആത്മാവിനെ, നിങ്ങൾക്ക് തരികയും ചെയ്യും. ദൈവത്തോട് അനുസരണമുള്ള ഹൃദയമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുന്നത്.